ഗൈസ് നമ്മൾ ഇനുവിനി സ്പെക്സ് വാങ്ങാൻ വേണ്ടിക്ക് വന്നിട്ടില്ലേ. കുറച്ച് ദിവസമായി പറയുന്നത് സ്പെക്സ് വേണോ. അങ്ങനെ സ്പെക്സ് വാങ്ങി. പിന്നെ വണ്ടി പോകുമ്പോൾ രാത്രിയിലെ വണ്ടി പോകുമ്പോൾ പ്രാണി വീണ് അതുപോലെ പൊടിയെല്ലാം പറഞ്ഞു. അപ്പോൾ സ്പെക്സ് ഞാൻ പിന്നെ അന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് സ്പെക്സ് വേണോ. കുഞ്ഞ് കണ്ണിങ്ങനെ ചുരുണ്ടുകൊണ്ടിരിക്കുമല്ല ഈ പൊടിയെല്ലാം വീണ് കഴിഞ്ഞാൽ, അതായത് പ്രാണി ഇതെല്ലാം ഇതായിക്കഴിഞ്ഞാൽ. ഇനി ഇങ്ങോട്ടോ വാ, ഇനിനെ കാണിച്ചു കൊടുക്കാലോ. വാ വേമ്പ ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടാ. ഒന്നും കൂടി വാങ്ങി, ഇനുവിനൊന്ന് വാങ്ങി, പെങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വാങ്ങി. വാ, ഇതാണ് ഷോപ്പ് കേട്ടോ, നമ്മുടെ താവത്തുള്ള ഷോപ്പാണ്. തൊട്ടിലുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കൊണ്ടുവന്ന് ഏകദേശം കുറേ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതെ പോവാ നമുക്ക്. ചാവി ഓണാക്കിയിട്ടില്ല ഇനു, ചാവി എടുത്തു. അല്ലോ ചാവി കേസിന്ന് എടുത്തിട്ടില്ല. പോലെ ഇനി എന്താ നോക്കുന്നത്? ഇനോ എന്താ നോക്കുന്നത്? മതി, ഇനി നേരെ പോയിക്കോ കഴിഞ്ഞ്. ഇവിടുന്ന് ശ്രദ്ധിച്ച് പോകണം മക്കളെ, അല്ലെങ്കിൽ പണി കിട്ടും. റോഡ് കുണ്ടും കുഴിയാ കംപ്ലീറ്റ്, കുഴിയും കൊണ്ടും. എന്താ വരുന്നുണ്ടോ, ലോറി വരുന്നുണ്ടോ? ഫുൾ റോങ്, പക്കാ റോങ്ങിലാന്ന് വരുത്തോരൊന്നും. റോഡ് ഈ പാലത്തിന് മുകളിലെല്ലാം, നമ്മുടെ താത്ത പാലാണ്, പാലത്തിന് മുകളിലെല്ലാം റോഡ് വളരെ വല്ലാത്തൊരവസ്ഥയിലുള്ളത്. ഫുള്ള് കുണ്ടും കുഴിയും, നല്ല വലിയ എന്താ പറയുക, വലിയ കുഴിയെല്ലാം ഉണ്ട്. ഇവിടെ ഇതാ ഓരോ കുഴി ഉണ്ടോ, അതെല്ലാം ചെറുത്, വലുതാണ് പക്ഷെ എന്നാലും ചെറുത്, അതിനേക്കാൾ വലുതെല്ലാം ഉണ്ട്. രാത്രി ബൈക്കെല്ലാം എടുത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെല്ലാം എന്താ പറയുക, ബ്രേക്ക് കട്ട് ചെയ്ത് തരണമെന്നില്ല, ഡിമ്മിട്ട് തരണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ കുഴിയൊന്നും കാണൂല. നമ്മളെപ്പോലത്തെ 2 വീലുള്ള ആൾക്കാരാണ് പോയിട്ട് വീകല്. കാറും ഇതൊന്നും വലിയ സീനില്ല, അതിൽ വീണിട്ടങ്ങ് എണീച്ച് പോകും. പക്ഷേ 2 വീൽ അങ്ങനെയല്ല, ഫ്രണ്ട് ടയർ വീണ് കഴിഞ്ഞാൽ ടപ്പ് എന്നിട്ട് മറിയും. അതുകൊണ്ട് ഇങ്ങനത്തെ കുഴിയെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. വലിയ വലിയ കുഴിയാണ് ഇവിടെയുള്ളത്. ഇടയ്ക്ക് പാച്ച് വർക്കെല്ലാം ആടിയിടെല്ലാം ചെയ്യുന്ന കണ്ടിനി, പക്ഷെ എന്നാലും കുഴിയായിട്ട് തന്നെ ഉണ്ട് ഓരോ സ്ഥലത്തെല്ലാം. ഓക്കെ, അപ്പോൾ കുറച്ച് സ്പീഡിൽ പോകുന്നവരെല്ലാം ശ്രദ്ധിച്ചിട്ട് മെല്ലെ പോവുക, ഹെൽമെറ്റ് ധരിക്കുക, മെല്ലെ പോവുക. അതാളെ ഇതിനു വേണ്ടിക്ക് പറയുന്നത്. ഇതാ ഇവിടെല്ലാം കണ്ടോ, ഞാൻ കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ കെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നഷ്ടങ്ങളുണ്ടാവുള്ളൂ. ഓക്കെ ഗൂയിസ്, നമ്മൾ പയങ്ങാടി എത്തി. പയങ്ങാടിലെല്ലാം ഇവിടെയെല്ലാം നല്ല കുഴിയാട്ടോ, കണ്ടോ. ഓക്കെ, ഇതാ ഇവിടെല്ലാം വലിയ വലിയ കുഴിയാണ്. വീണ് കഴിഞ്ഞാൽ മലക്കത്തെ മറിയും, ശ്രദ്ധിക്കുക കേട്ടോ. ബൈക്കാർ പ്രത്യേകിച്ച്, ബൈക്കാരോടാണ് പറയുന്നത്, 2 വീലർ എടുക്കുന്നവരോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഗൈസ്, എരിവൂരം വന്നിട്ടല്ലേ SBIൻ്റെ ഇതിൽ എന്താ പറയുക, ATM ഒന്ന് കയറണം. ഒരു നായനെ കണ്ടോ, ഓക്കെ, പോറ്റുന്ന ഞാൻ തോന്നുന്നു കേട്ടോ. വാലില്ല, പോറ്റുന്ന ഞാൻ തോന്നുന്നു, വാലില്ല കേട്ടോ. കഴുത്തിനൊരു ബെൽറ്റ് ഉണ്ട്. ഇതാ പോന്നു. ഓയ് ഹുയ് ഓടി കയറട്ടെ. CDM ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വർക്കാവില്ല, അതാ സീൻ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വർക്കാവില്ല. CDM നോക്കട്ടെ, ഡെപ്പോസിറ്റ് നോക്കട്ടെ, ഇടയ്ക്ക് നോക്കട്ടെ. കോഴി ബസാറുണ്ട്. ഇപ്പം ഈ അടുത്ത് കുറച്ച് മുമ്പ് 1-2 വട്ടം കോഴി ബസാർ പോയിട്ടാണ് കിട്ടത്. കോഴി ബസാർ പുതിയ CDM. ഓക്കെ, നോക്കട്ടെ. അതിനേട്ടാ ഇവിടെ മെഷീൻ മാറി, CDMൻ്റെ മെഷീൻ മാറി. വേറെ മെഷീനാണ് കാണുന്നത്. ആദ്യം ഉള്ള മെഷീനല്ല. അവിടെ സംഭവം കോഴി ബസാർ പോകേണ്ടി വന്നിട്ടില്ല. അതായത് പിന്നെ ഇവിടുന്ന് ആവുന്നില്ല, പിന്നെ കോഴി ബസാർ പോകണം. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നേരോ, കുറച്ച് മുമ്പ് 1-2 വട്ടം ആയിട്ടില്ല. അപ്പോൾ ആ സമയത്തുള്ള മെഷീനല്ല ഇപ്പോൾ. എന്നിട്ട് എന്ത് ചെയ്ത് ആ സമയത്ത് നേരെ കോഴി ബസാർ പോയി. എന്നോട് ആരോ പറഞ്ഞ് കോഴി ബസാർ തുടങ്ങിയിട്ടുണ്ട്, പുതിയ SBIൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കോഴി ബസാർ പോയി അവിടെ നിന്നിട്ട്. ഗൈസ്, നമ്മൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ട് വന്നേട്ടാ. എപ്പം വരുന്നിടത്ത് തന്നെ ഇങ്ങേക്ക് ഇവർക്ക് ഇവിടെ സ്ഥലമായിരിക്കും. നമ്മൾ ഇവിടെ വരത്തില്ലോ അല്ലേ, കൂടുതലും നമ്മൾ എരിവരം, നമ്മുടെ പഴങ്ങാടി എരിവരത്തുള്ള. നമ്മൾ എന്താ ഓർഡർ ചെയ്തെന്നറിയാം, ചിക്ക് പോപ്പ് അല്ലേ. എനക്കറിയാം, ഞാൻ പിന്നെ ചോദിച്ചതാണ് ചിക്ക് പോപ്പ്. 1-2 വട്ടം ഇവിടെ വന്നേരം കഴിച്ചിന്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കിട്ടിയിട്ടില്ല അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം നമുക്ക് ചിക്ക് പോപ്പ് കിട്ടിയിട്ടില്ല. എന്നിട്ട് ചീസ് ഫ്രഞ്ച് ഫ്രൈസാണ് കഴിച്ചത്. ചിക്ക് പോപ്പ് അവർ റെഡിയാന്ന് എത്രയെന്നിട്ട് പറഞ്ഞു.
അത് റെഡി ആകാൻ കുറച്ച് ടൈം എടുക്കും. ചിക്കൻ എന്തോ ആക്കി വെച്ചിട്ടുണ്ടെന്ന് എന്തോ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചീസ് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇന്ന് വന്ന് ചിക്ക് പോപ്പിന് പറഞ്ഞിട്ടുണ്ട്. ചിക്ക് പോപ്പ് കഴിച്ചിട്ട് നമുക്ക് പോവാല്ലേ അല്ലേ അല്ലേ. ചിക്ക് പോപ്പ് എത്തിയേട്ടോ. 2 സോസ്. ഇവനെ 2 സോസും കൂടെ തരുമോ? സോസ് ഓക്കെ. ചിക്ക് പോപ്പ് എത്തി. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതില്ലേ എന്താ പറയുക, ഫ്രൈഡ് ചിക്കൻ ഇല്ലേ, സെയിം സാധനം അത് തന്നെ. അതിൻ്റെ എല്ലില്ലാത്തതല്ലേ, എല്ലില്ലാത്ത ഇതില്ലേ, ഇറച്ചി മാത്രം. അത് ഇങ്ങനെ ചെറിയ പീസാക്കിയിരിക്കണ്ട, ചെറിയ പീസാക്കിയിട്ട്. അത് ചൂടുണ്ടല്ലേ, ബാക്കിയോട് ഫ്രഷ് പോഹ് ഉള്ളേ ചിക്കന് നല്ല ചൂടുണ്ട് കേട്ടോ. സോസ് കൂടി കഴിക്കണം. തപ്പി ഇത് സോസ് ഒന്ന് പിടിച്ച് വെച്ചേ. 2 സോസിനും കൂടെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുതരും. ഇതാ സോസ് എത്തി. താങ്ക് യു. പറയുമ്പോൾ കൊണ്ടു തന്നെ അടിപൊളിയാ. പൊടിച്ചിട്ട് ഈ സൈഡിലേക്ക്. നീ എന്തെന്നാക്കിയത്? ഈ സൈഡിലാക്ക്. സോസ് അധികം നല്ലല്ല കേട്ടോ ശരീരത്തിൽ. അടിരി ഈടെ കയറിയിട്ട് പോന്നു. അടിരി. സോസ് അധികം തിന്നണ്ട കേട്ടോ. മറ്റേ പൊടിച്ച് വയ്ക്കുക. നീ ടിഷ്യൂട് തുടക്കുക. ടിഷ്യൂട് തുടച്ചേ. സോസ് ഇങ്ങനെ മുക്കുക. സോസ് ഇങ്ങനെ മുക്കിയിട്ട് കഴിച്ചിക്കാൻ അത് കേട്ടോ. നൈസാ. സോസ് വേണോ? അപ്പം എന്നാലും ഇതെല്ലാം രസമില്ല അല്ലേ. സോസ് ഇല്ലാണ്ടൊരു സുഖം കിട്ടൂല. സോസ് അടിപൊളിയാണ് ഉണ്ടെങ്കിൽ. കൊള്ളുവേ. അങ്ങനെ ഇരിക്കുന്നത് ഇനിയല്ലോ. നിങ്ങൾ കാര്യം ചോദിക്കാനാ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഏകദേശം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതായത് എന്ത് ഉണ്ടെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണം. അല്ല കുറച്ച് ലേറ്റായിട്ട് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് അത്ര അതായത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണോ വേണ്ടിയോ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നോക്കി ചെയ്യാം. അത് കഴിക്കട്ടെ. ഗുയ്സ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ അല്ലീനോ എവിടത്തേക്ക് പോന്ന്? നമ്മൾ വീട്ടിലേക്കൊക്കെ നടന്നോ. അങ്ങോട്ടേക്കല്ല അപ്പാ, ഇങ്ങോട്ടേക്ക്. വീണു. നമ്മളെ ചെക്കൻ പോട്ടെന്നോ നേരെ വീട്ടിലേക്ക് കേട്ടോ.